ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിൽ 2024-25 അധ്യയന വർഷത്തെ മലയാളം അഥവാ കേരള പാഠാവലി എക്സാമിൻ്റെ 5th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ കേരള പാഠാവലി എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. വായിക്കാം, എഴുതാം. കാട്. കാട്ടിലുണ്ട് പാട്ടുതേടും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം. കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം, കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം. മാനം തേടും മാമലകൾ മഴ നനഞ്ഞ് ആടും, ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. AV രഘുവിൻ്റെ കാട് എന്ന കവിതാഭാഗമാണല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തേൻകടം തേടിയെത്തുന്നതാരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? അതെ, വണ്ടാണല്ലേ. ആൻസർ എന്താണ്? വണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നതാരെ? കാടിനെ, പാട്ടിനെ, പൂവിനെ, തേൻകണത്തെ. ആൻസർ എന്താണ് വരുന്നത്? അതെ, പാട്ടിനെയാണല്ലേ. കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരെയാണ്? യെസ്, പാട്ടിനെ. ദെൻ മൂന്നാമത്തെ ചോദ്യം, ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെ പാട്ടിലാണ്? അതെ, കുഞ്ഞുമൈനയുടെയാണല്ലേ. ആൻസർ എന്താണ്? കുഞ്ഞുമൈനയുടെ. ദെൻ മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്താണ് കൂട്ടുകാരെ? യെസ്, മഴയത്ത് മാമലയിലെ മരങ്ങളാടുന്നതാണല്ലേ. ആൻസർ എന്താണ്? മഴയത്ത് മാമലയിലെ മരങ്ങളാടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെ? കാട്ടുപൂവിനെ, പൂമണത്തെ, അരുവിയെ, മാമലയെ. ആൻസർ യെസ്, അരുവിയെയാണല്ലേ. ആൻസർ എന്താണ്? അരുവിയെ. ദെൻ പ്രവർത്തനം 2 സംഭാഷണമാണ്. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാം ഇമ്മഴ കൊള്ളരുതിമ്മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കുട്ടി കവിതയാണല്ലേ നൽകിയിട്ടുള്ളത്. യെസ്, മഴയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത വായിച്ചില്ലേ? പെയ്തിറങ്ങുന്ന മഴയോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങളും മഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അപ്പം ഞാൻ, ഹായ് മഴയെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, മഴ ഒന്ന് പെയ്യാൻ ഞാനും. അപ്പോൾ കൂട്ടുകാരെന്താണ്? നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക? യെസ്, ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. 4 വരിയിൽ കുറയാതെ സംഭാഷണം തയ്യാറാക്കിയിട്ടുണ്ടാണോ? അപ്പോൾ കൂട്ടുകാർക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? മഴക്കാഴ്ച തിരഞ്ഞെടുത്തെഴുതുക. ഇതിലേതാണ് കൂട്ടുകാരെ മഴക്കാഴ്ച? യെസ്, നമുക്കറിയാം, മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നല്ലേ. മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു. ഓക്കെ, ദെൻ പ്രവർത്തനം 3 എന്താണ്? ആസ്വാദനക്കുറിപ്പാണല്ലേ. എത്ര കിളിയുടെ പാട്ടറിയാം? പറഞ്ഞു നോക്കുക വെറുതെ. നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം? എത്ര മരത്തിൻ തണലറിയാം? എത്ര പുഴയുടെ കുളിരറിയാം? എത്ര പഴത്തിൻ രുചി അറിയാം? എത്ര പൂവിൻ മണമറിയാം? അറിഞ്ഞൂടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. പി മധുസൂദനൻ നായരുടെ കവിതാഭാഗത്തിൻ്റെ ആശയം വായിച്ച് മനസ്സിലാക്കിയില്ലേ? ഓക്കെ, ഇത് നോക്കൂ, എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? യെസ്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? യെസ്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ നമുക്ക് പ്രവർത്തനം 4 നോക്കാം. കുറിപ്പാണ്. പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു. കടങ്കഥകളുടെ ഭാഷയും ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ ഭംഗിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. നിങ്ങൾക്ക് പരിചിതമായ 2 കടങ്കഥകൾ നോക്കൂ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഉത്തരം എന്താണ്? യെസ്, കൺപീലിയാണല്ലേ. എല്ലാ കൂട്ടുകാർക്കും അറിയാം. ആൻസർ എന്താണ്? യെസ്, കൺപീലി. ദെൻ 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഉത്തരം എന്താണ്? യെസ്, സൂര്യനാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒരെണ്ണം വിശദീകരിച്ച് കുറിപ്പെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? കടങ്കഥയുടെ ആശയം മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കടങ്കഥയുടെ ആശയത്തെ വ്യാഖ്യാനിച്ച് എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5 ജീവചരിത്ര കുറിപ്പ്. മതിലുകൾ. ഇമ്മിണി ബെല്ലിയോ 1 സ്വയം കണ്ടെത്തുന്ന വാക്കുകൾ. ജനനം 1908 ജനുവരി 25. അപ്പോൾ എന്ത് ചെയ്യുക? മരണം 1994 ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണല്ലേ നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? യെസ്, ചിത്രം വിശകലനം ചെയ്ത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അധിക വിവരണങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളും ബഷീറിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് വേണം കൂട്ടുകാർ എന്ത് ചെയ്യാൻ? ഇവിടെ നൽകിയിട്ടുള്ള ഹിൻസും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? യെസ്, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ദെൻ വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് പൊതിച്ചോറ്,
ആകാശമിടായി റിക്ഷക്കാരൻ പപ്പു. ഇതിൽ ഏതാണ് കൂട്ടുകാരെ വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് ബന്ധപ്പെട്ടത്? യെസ്, നമുക്കറിയാം ഏതാണ്. യെസ്, ആകാശമിഠായി ആണല്ലേ. ആൻസർ എന്താണ്? ആകാശമിഠായി. ദെൻ ആറാമത്തെ ചോദ്യം നോക്കാം. ഒരു വിവരണമാണ്. വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രകൾക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളും ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുമുണ്ടാകും. നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. എളുപ്പമല്ലേ? യെസ്, കൂട്ടുകാർ കണ്ട ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് ആ പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടുള്ളൊരു കുറിപ്പാവണമല്ലേ. അപ്പോൾ ഒരു വിവരണം കൂട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനൊരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഡാലിയ, മുക്കുറ്റി, ഓർക്കിഡ്. ഇതിൽ നാട്ടുപൂവ് ഏതായിരിക്കും? അത് നമുക്കറിയാം, മുക്കുറ്റിയാണല്ലേ. ആൻസർ എന്താണ്? മുക്കുറ്റി. അപ്പോൾ 6 പ്രവർത്തനങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എക്സാം എളുപ്പമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.